CMRL എക്സാലോജിക് ഇടപാട് കേസിൽ തന്റെ വീടുകളിൽ ഉൾപ്പെടെ നടന്ന ED റെയ്ഡിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പ്രതികരണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തങ്ങളെ തളർത്തിക്കളയാമെന്ന് ആരും കരുതേണ്ട എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കാലങ്ങളായി വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഈ പരിശോധന രാഹുൽ ഗാന്ധിക്ക് വലിയ മനസംതൃപ്തി നൽകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തങ്ങളുടെ പാർട്ടിക്കാർ അല്ലാത്ത മറ്റുള്ള പാർട്ടിക്കാർക്കെതിരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഇതുകൊണ്ടൊന്നും തങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. ED പരിശോധനയ്ക്ക് ശേഷം വീടിന് പുറത്തെത്തി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് കാലത്ത് 7 മണിക്കാണ് ഈ വാതിൽക്കൽ ED ടീം എത്തുന്നത്. ഈ സമയം വരെ അവര് പരിശോധനയിലായിരുന്നു. വന്ന ടീം നിർദ്ദേശം അനുസരിച്ച് വരുന്നതാണല്ലോ. ഉദ്യോഗസ്ഥരാകുമ്പോൾ മേലെയുള്ളവര് പറയുന്നത് അനുസരിക്കാൻ അവര് ബാധ്യസ്ഥരാണ്. വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. രാജ്യത്തെ പ്രതിപക്ഷത്തെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് BJP എല്ലാ കാലത്തും തുടർന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായി ഞങ്ങൾ കാണുന്നുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായത് നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയുമാണ്. പാർട്ടി ശത്രുക്കൾക്ക് ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ വലിയ പിന്തുണ, സഖാക്കളുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട്. ആ പിന്തുണയ്ക്ക് ഒരു കുറവും ചാഞ്ചല്യവും ഇല്ല എന്ന് സഖാക്കൾ ഇന്ന് വീണ്ടും വ്യക്തമാക്കി. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്നാണ് പ്രവർത്തകരോട് പിണറായി വിജയൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും ഒന്നിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. PD സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കമാണോ CPM നടത്തുന്നത് എന്ന സംശയമടക്കം ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. കാരണം ആവശ്യമില്ലാതെ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് വലിയ അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തടക്കം പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്.